എന്താടാ നിങ്ങൾ ഇതിൽ ലാലേട്ടന മമ്മൂട്ടിക്കാട്ട് അപ്പാർട്ട്മെന്റ് കൊടുക്കണോ? അതെന്താ അങ്ങനെ വർത്താനോ? നിങ്ങൾ ഈ സിനിമാ നടന്മാർക്ക് അപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന കാര്യം സിനിമാ നടന്മാരല്ല, സിനിമാ നടന്മാര് ഇല്ല, സിനിമാ നടന്മാർക്ക് കൊടുത്തിട്ടില്ല. ഇതിൽ ഞാൻ വിറ്റത് എന്റെ UK, US പിന്നെ സിംഗപ്പൂരിലെ ക്ലയൻസിനാണ്. 3 യൂണിറ്റ് ആണ് ഈ ഒരു പ്രോജക്റ്റ് ഞാൻ വിറ്റത്. ഇതാണ് സെലക്ടിന്റെ നോട്ടിക്ക 1 എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. മാരിടൈം സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മാരിടൈം സിറ്റിയുടെ എൻട്രൻസ് തന്നെയാണ് സെലക്ട് ഗ്രൂപ്പിന്റെ നോട്ടിക്ക 1 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വന്നത്. ഇത് ഇവിടെ ഇപ്പോൾ വന്ന് ഷൂട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കൺസ്ട്രക്ഷൻ അപ്ഡേറ്റ്സ് നമ്മളെ ക്ലയൻസിനെ അറിയിക്കുക എന്നുള്ളത്, രണ്ടാമത്തത് ഈ ഒരു ലൊക്കേഷന്റെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത്. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് 1 ബെഡ് 1.55 മില്യൺ മുതലായിരുന്നു. നോട്ടിക്ക 1 ലോഞ്ച് ചെയ്ത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി. അതിനുശേഷം അവർ പുതിയൊരു ടവർ ലോഞ്ച് ചെയ്തു. ആ കാണുന്നതാണ് ആ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നോട്ടിക്ക 2. ഈ ഒരു ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസും ഈ ഒരു ലൊക്കേഷന്റെ ഡിമാൻഡും മനസ്സിലാക്കിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തതിന് വിത്തിൻ 2 വീക്സ് കൊണ്ടാണ് അവർ സെക്കൻഡ് ടവർ ലോഞ്ച് ചെയ്തത്. ഇതിൽ ലോഞ്ചിങ് പ്രൈസ് 1 ബെഡ് 1.55 ആയിരുന്നെങ്കിൽ വിത്തിൻ 2 വീക്സ് കൊണ്ട് ലോഞ്ച് ചെയ്ത നോട്ടിക്ക 2 സഡൻലി അവർ പ്രൈസ് 1.7 ആക്കി. എന്നിട്ട് പോലും ലോഞ്ച് ചെയ്ത് തന്നെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി. അത്രയും ഒരു ഡിമാൻഡുള്ള ലൊക്കേഷനാണ് ഈ മാരിടൈം സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് പ്രോജക്ട്സ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഡിഫറെന്റ് ഡെവലപ്പേഴ്സിന്റെ എല്ലാം പടുകൂറ്റൻ ടവേഴ്സ് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഈ ലൊക്കേഷന്റെ പ്രത്യേകത. നിങ്ങൾ കാണുന്ന പോലെ തന്നെ സീ ഫേസിംഗ് അപ്പാർട്ട്മെന്റ്സ് ആണ് ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന മുഴുവൻ പ്രോജക്ട്സും. ദുബായിൽ സീ ഫേസിംഗ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ അവിടെ പൈസ ഇട്ടിട്ടുണ്ടോ അവരൊക്കെ 200-300% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ പാം ജുമേറ, ബ്ലൂ വാട്ടർ ഐലൻഡ്, ബൾഗാരിയ ഐലൻഡ്, ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് ബയോത്തെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവിടെ കിട്ടുന്ന റെന്റൽസ് അല്ല അതിന്റെ റീസെയിൽ വാല്യൂ എത്രയാണെന്നുള്ളത്. ഈ ഒരു മാരിടൈം സിറ്റിയും നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അടുത്ത ബ്ലൂ വാട്ടർ ഐലൻഡ് ആയിട്ടാണ്. കാരണം അത്രയും പ്രീമിയം ആകാൻ പോകുന്ന ഒരു ലൊക്കേഷനാണ് ഇത്. അതുമാത്രമല്ല ഇവിടെ ഒമിനിയാത്തിന്റെ ഡോഡ്ജേഴ്സ് കളക്ഷൻ വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രീമിയം ആയിരിക്കും. നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ഒരു ഏർലി സ്റ്റേജ് ആണ് ഇപ്പോഴും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയ ഒരു പ്രോജക്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും.